അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഈ ലോറിയിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഇപ്പം പോണത്? തെങ്കാശി. എന്തിനു പോണ? അങ്ങനെ ഇപ്പം നല്ല ചാറ്റൽ മഴ തുടങ്ങി. കുളത്തൂപ്പുഴ അല്ലേ? ഇനിയിപ്പോ ഗ്യാസൊക്കെ ഓണാക്കി പോവാം. ആവശ്യമില്ലടാ, ആവശ്യമില്ല. പക്ഷെ മഴ പെയ്തോണ്ട് ഗ്ലാസ് ഇട്ടുണ്ട്. ചോറടിക്കണം. ഇനിയിപ്പോ നല്ലൊരു വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഒതുക്കാം. ഇന്ന് എവിടത്തേക്കാണ് ലോഡ്? എവിടത്തേക്കാണ് ഇന്ന്? അപ്പൊ ഇന്ന് എത്തോ നാളെ എത്തോ? ലോഡ് കയറ്റും, എത്തുമ്പോ രാവിലെ ആവും. വഴി കുറച്ച് ഉറങ്ങി രാവിലെ എത്തുന്ന രീതിയില് വരാം. രാത്രി ഓടി വന്നാലും ഇറങ്ങാൻ പറ്റൂല, രാവിലെ ഇറങ്ങാൻ പറ്റുള്ളൂ. രാവിലെ ഇറക്കാൻ പറ്റും, ലോഡിങ് കാര്യം കാണൂലല്ലോ. അത് രാവിലെ എത്തുന്ന രീതിയിൽ വരാം. ഇത് അടിപൊളി പ്ലേസ് അല്ലേ? അതിന്റെ മരങ്ങളൊക്കെ മുറിച്ച് സെറ്റ് കാണാൻ നല്ല വൈബല്ലേ? ഡാലി അങ്ങനെ ഫുഡ് എന്തൊരു കൊണ്ടുവന്നെന്ന്? ഫുഡ് ചോറ് കൊണ്ടുവന്നു. വൈഫ് ചോറ് കിട്ടുന്നു. പോണ വഴിക്ക് സൈഡ് ചോറ് കഴിച്ചിട്ട്. നീ ചോറ് കഴിച്ചില്ല? ഞാൻ ചോറ് കഴിച്ചു. മീൻ പൊരിച്ചത് കാണും, കാണും, അച്ചാറ് കാണും, ഒരു തോരൻ കാണും. ഓക്കെ, പൊളിച്ച്. ഞാൻ രാവിലെ പോണ ദിവസം ഞാൻ ഉച്ചയ്ക്ക് ചോറും വൈകുന്നേരം കാപ്പിയും കൊണ്ടുപോകും. മാക്സിമം തമിഴ്നാട്ടിൽ നിന്ന് ആഹാരം ഒഴിവാക്കും. വീട്ടിൽ പോണ ദിവസം മാക്സിമം ഒഴിവാക്കും, കൊണ്ടുപോകാൻ നോക്കും. അവിടുത്തെ ആഹാരം എങ്ങനെയാണ്? തമിഴ്നാട്ടിലെ ആഹാരം എങ്ങനെയാണ്? അമ്മ ശരിയാവൂല. മാക്സിമം കഴിക്കാതിരിക്കാൻ നോക്കും. മാക്സിമം ഇവിടെ രാവിലെ പോണ ദിവസം കൊണ്ടുപോകും. രാവിലെ കാപ്പി കുടിച്ചിട്ട് പോകും, ചോറ് കൊണ്ടുപോകും. വേണമെങ്കിൽ വൈകുന്നേരം കാപ്പി കൊണ്ടുപോകും. ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും കൊണ്ടുപോകും. ചപ്പാത്തിയെ കുട്ട കൊണ്ടുപോകും. ചായ മാത്രം പുറത്തുനിന്ന് കുടിക്കും. ചായ മാത്രം. അതാണ് നല്ലത്, നമ്മളെ ശരീരത്തിന് നല്ല. അതാണ് എപ്പോഴും പറ്റൂല. എപ്പോഴും പറ്റൂല. രാവിലെ വീട്ടിൽ നമ്മൾ പറ്റുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് വേറെ ഓട്ടം വന്നാലും പിന്നെ വീട്ടിൽ പോയി കിടക്കൂല. നീ കളഞ്ഞു കഴിക്കാൻ പറ്റുള്ളൂ. കഴിച്ചാലേ പറ്റും. ദോശ കഴിക്കാം. ചില കടകൾ കൊണ്ടാവും, ചില കടകൾ കൊണ്ടില്ല. ദോശ കുഴപ്പമില്ല. ദോശ പൂരിയ നമ്മക്ക് അവരെ ചിക്കൻ പിടിക്കും, ശരിയാവില്ല. അവരെ മസാല ഐറ്റങ്ങള് നമ്മളെ മസാല ഐറ്റങ്ങളും വ്യത്യാസമുണ്ട്. ചേർന്ന് മഴ തുടങ്ങിയില്ലേ? പുറത്തപ്പോഴ കഴിഞ്ഞേ നമ്മ കഴിക്കാൻ നിർത്താം. ഓക്കെ. അങ്ങ് പോയി തുടക്കേണ്ടി വരും വണ്ടി ബോഡി. എങ്കിലും സിമെന്റ് എത്താൻ പറ്റുള്ളൂ. മറ്റേ ടാർപ്പടേണ്ടി വരും. ടാർപ്പ തുടച്ചിട്ട് ഇടാൻ പറ്റുള്ള നനവുണ്ടെങ്കിലേ. മുടക്കി വേഗിലല്ലേ വെച്ചിരിക്കും. നല്ല തുടച്ചിട്ട് അതിന്റെ മണ്ടലിൽ ടാർപ്പ ഇടും. നല്ല സിമെന്റ് എല്ലാം കട്ടായി പോകും. ഇന്നലെ മഴ ഇല്ല. ഇന്നലെ ഒന്നും ഇല്ല. ഇന്നലെ ചാറി, ചെറുതായിട്ട് ചാറിയില്ലേ? ഇതുപോലെ തന്നെ. ഇന്നും വലുതായിട്ട് പെയ്യുന്നില്ലല്ലോ, ചാറിനേ ഉള്ളൂ. മിക്കവാറും അങ്ങോട്ടെത്തപ്പോ മിക്കവാറും ബോഡി ഉണങ്ങാനുണ്ട്. മഴ കാണില്ല. തെമ്മലൊക്കെ കാണും. സൈഡിലില്ലോട്ടാ, അവന്മാര് പോവേ ഇല്ല, കേറ്റി ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം മരങ്ങളൊക്കെ മുറിച്ച് ഇനി അടുത്ത് എന്താണ് നടാൻ പോണെന്ന് അറിയാൻ വയ്യ.
ഇപ്പൊ പറങ്ങിയാവൊന്നുമില്ല കേട്ടോ. ഈ സൈഡിലൊന്നുമില്ല. നമ്മൾ ആ ഒരു മേഖലയുണ്ട്, പാലോട് ഏരിയയിൽ കുറച്ചുണ്ട്. താന്നിമൂടുണ്ട്, പച്ചയിലുണ്ട്, അമ്പലത്തിന്റെ അവിടെ, പച്ച അമ്പലത്തിന്റെ അവിടെ കുറച്ചുണ്ട്. അവിടെ ഉള്ള അവിടെയുണ്ട്. പിന്നെ ബാക്കി മൊത്തം അക്കേഷ്യ തന്നെ, മാഞ്ചിയവും അക്കേഷ്യ. വെള്ളത്തിന്റെ അളവ് കുറയും, മരം കൂടുതൽ വെള്ളം പിടിച്ചെടുക്കും. പിന്നെ തേക്ക് വ്യാപാരമാണല്ലേ ഇവിടെ കൂടുതലും തേക്കാണ്. ഈ തേക്ക് മൊത്തം അവര് മുറിച്ച് കൂട്ടിട്ട് ഒത്ത ലേലത്തിന് കൊടുക്കും. സൈഡ് മൊത്തം സാധനം മുറിച്ച് അടുക്കി വെച്ചിരിക്കുക. ക്ഷേത്രത്തിൽ ഇവിടെ നിന്ന് റൈറ്റ് പോകണം. പാലം കഴിഞ്ഞ് നേരെ ക്ഷേത്രം. ഓണത്തിനിടയ്ക്ക് ഓണത്തിന്റെ രണ്ട് ദിവസം മുമ്പ് ഇവിടെ അന്ന് പോയപ്പോ ഇവിടെ കയറി. ഓണത്തിന് നേരെ തമിഴ്നാട് വിട്ടില്ല. തമിഴ്നാട് പിന്നെ അച്ചൻകോല് പോയി, പിന്നെ തിരുമല പോയി, പിന്നെ അവിടെ ഡാം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി, തെങ്കാശി പോയി. അച്ചൻകോല് പോയില്ലേ? അച്ചൻകോല് ഒരു ദിവസം ഇവിടെ രാത്രി കടയുണ്ട്, കട്ടമണിയ കട. അതെ, അതാണ് ആ കടയിലെ കട്ടൻ എപ്പോഴാന്ന് വെച്ചാ പൊതിനയില്ല കട്ട കിട്ടുന്ന ടേസ്റ്റാണ്. ഉറങ്ങി വന്നാൽ കുടിച്ചാ ഉറപ്പ് പമ്പ് കിടക്കും. പിന്നെ 2-3 മണിക്കൂർ ഉറങ്ങാതിരിക്കുക. പിന്നെ നൈറ്റ് വരപ്പോ ഉറക്കം വന്ന് കൂടുതലും തന്നെ ചെയ്യണത്. ഞാൻ ഉറങ്ങുന്ന അപ്പൊ വണ്ടി ഒന്നും ഉറങ്ങും, അത്രേ ഉള്ളു. ഞാൻ ഉറങ്ങിട്ടേ പോകും. സേഫ്. ഇപ്പൊ എത്ര അത്യാവശ്യം എന്ന് പറഞ്ഞാലും ഞാൻ ഉറങ്ങിട്ടേ പോകും. മാക്സിമം ഓടിക്കാൻ നോക്കും, പറ്റിയില്ലെങ്കിൽ ഉറങ്ങിട്ടേ പോകും. രാവിലെ ഒരു 4-5 മണിയാകുമ്പോൾ തമിഴ് ഉറങ്ങിട്ട് ഓടിക്കണ എപ്പോഴും നല്ലത്. നമുക്ക് കൂടിപ്പോ 1 മണിക്കൂർ ലേറ്റ് ആവും, അത്ര തന്നെ. ഞാൻ സംഭവിക്കാനില്ല. ആര്യങ്കാവ് തെമ്മല ഭാഗത്ത് ഇഷ്ടംപോലെ ഇടാൻ സ്ഥലമുണ്ട്, വണ്ടികളെ മാക്സ് അവിടെ എല്ലാം കയറ്റിയിടും, ഉറങ്ങും. അവിടെ നല്ല സൈഡുണ്ട് വണ്ടി ഒതുക്കിയിടാനും. മാക്സിമം ഈ ആറ്റിന്റെ സൈഡ് ഇടാനും നോക്കണം. എപ്പോഴും മലവെള്ളം വരുന്ന അറിയാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് എടുത്തോണ്ട് പോകും. നല്ല മഴ സീസണൊക്കെ ആണെങ്കിലേ ഓക്കെ. തെങ്കാശി അപ്പൊ വയറില്ല. തെങ്കാശി ഇപ്പൊ അവിടെ ഇഷ്ടം പോലെ വരെ ഇതിനെ പറ്റി നിനക്ക് എന്താ പറയാ? ഈ നെല്ലിനെ പറ്റി. അല്ല, നെല്ല് കാണാൻ പോലെ അതിശയമാണല്ലേ, അത്ഭുതം അതിശയമാണ്. നമ്മുടെ നാട്ടിലല്ലോ, അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ സാധനം കാണാനില്ല. ഇല്ല, അവിടെ ആദ്യം ആനാട് ഭാഗത്ത് കുറച്ചുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാ? ആനാട് കുറച്ചുണ്ടായിരുന്നു, പോവില്ലേ, അവിടെ കുറച്ചുണ്ടായിരുന്നു. അവിടെ ഇല്ല. ഇത് കാണുമ്പോൾ നമുക്കൊരു അതിശയവും അത്ഭുതവും ആഹ്ലാദവും. ഇത് കാണാൻ പറഞ്ഞ മാത്രമല്ലേ ടൂറിസ്റ്റുകളെ? ടൂറിസ്റ്റ് ഇത് കാണാൻ വേണ്ടി. പിന്നെ അതെ, ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഈ സ്ഥലം, ഫോട്ടോ എടുക്കാനൊക്കെ. അതുപോലെ വേണ്ടി ഇവിടെ ഉണ്ടല്ലോ സുന്ദരവേണ്ടൂരം, അവിടെ മറ്റേ അവിടെ അതെ ആ റൂട്ട് തന്നെ. സൂര്യാന്തി ജമന്തി. ഓണത്തിന് നല്ല തിരക്കായിരുന്നു. ഓണത്തിന് ഞാനും വന്ന് ഇവിടെ ബ്ലോക്കിൽ മൊത്തം പെട്ട്
നമ്മളിപ്പോ ചെങ്കോട്ട എത്താറായി. ചെങ്കോട്ട ഇന്നിപ്പോ ഈ ടൈമിൽ കുറച്ച് തിരക്കുണ്ട് കേട്ടോ, ലോറികൾ കൂടുതലുണ്ട്. എസ്സോളവിന്റെ ഇടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ ഈ സ്ഥലത്ത് മൊത്തം ഈ ബോർഡ് വെച്ചിരിക്കുന്ന എന്തിനു എല്ലായിടത്തും ഇവരെ ഹമ്പും ഡിവൈഡറും മാത്രം നടത്തുന്ന പരിപാടികൾ. അറിഞ്ഞില്ല നമ്മള് പറഞ്ഞത്. നല്ല ഈ സ്ട്രീറ്റ് റോഡാവണ്ടടാ, ആക്സിഡന്റ് ഇഷ്ടം പോലെ വരും. അപ്പൊ അത് തടയാൻ വേണ്ടി, സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവരിത്. നമുക്ക് രാത്രി അറിയാൻ പറ്റൂല, ഇല്ല വരാത്തവർക്ക് ഡേഞ്ചറാണ്. ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടോ കേട്ടോ? ഇവിടെ പെയ്ത്, നമ്മളെ ബോർഡർ വരെ പെയ്തിട്ടുണ്ട്. ആര്യങ്കാവിന്റെ മുകളിലല്ലേ? ആര്യങ്കാവിന്റെ മുകളിൽ വരെ പെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഇവിടെ ഇന്ന് ചെറുതായിട്ട് ചാറിയിട്ടേ ഉള്ളൂ. കേരള വണ്ടിയിൽ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. റിബണായിട്ട് മാറ്റിയില്ല, റിബൺ കിടക്കുകയാണ്. കിടക്കട്ടെ, 2 ദിവസം ഓണം തീരില്ല. നമുക്ക് 28 ഓണത്തിനെ ഓണം കഴിയുള്ളൂ. 28 ഓണത്തിന് റിബണ അകത്ത് മാറ്റുന്നുള്ളൂ. അങ്ങനെ കാറ്റാടിപ്പാടം ഞങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ബോഡി ഒറ്റയ്ക്ക് തുറക്കാനേ ഉള്ളല്ലേ? ബോഡി ഒറ്റയ്ക്ക് തുറക്കാനേ ഉള്ളു. ഇന്നെത്ര? 200 പാക്കറ്റാ? 35 ടണ്ണല്ലേ പെർമിറ്റ്? സിമെന്റ് ഏറ്റാൻ വേണ്ടി സീനാറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ബോഡി നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം താർപ്പ് വരുന്ന അടിയിൽ. ഓക്കെ, അങ്ങനെ ടാർപ്പൊക്കെ അവർ കെട്ടിത്തന്ന് ഇനി നമ്മൾ ഇനി എങ്ങോട്ടാണ്? എത്ര രൂപ ടാർപ്പ് കെട്ടണ? 200. ഇനി പോയാൽ മതി. ഇനി നമ്മൾ നേരെ നെടുമങ്ങാട്. ഓക്കെ, പോവാം. ഓക്കെ ഓക്കെ, പോകുന്ന റൂട്ടിൽ ഉറക്കം വരപ്പോൾ ഉറങ്ങാം. ഇപ്പോൾ എത്ര മണിയായി? 8 മണിയായി. നമ്മള് ഇപ്പൊ എവിടെ എത്തി? നമ്മളിപ്പോ കൊല്ലമ്പലം കഴിഞ്ഞ് വർക്കല റോഡ്. രാവിലെ കാലാവസ്ഥ അടിപൊളിയാണല്ലോ.
എന്താ കൊള്ളോട് രക്ഷപ്പെട്ടു അവിടെ. അപ്പൊ അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. എന്തും മഴ തന്നെ, എന്തും മഴ. അയ്യോ മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഉണക്കം എപ്പോ ഇറങ്ങുന്ന അറിയില്ല. നമുക്കൊരു ചായ കുടിക്കണ്ടടാ. ചായ കുടിക്കണം. പോയിട്ട് പല്ല കഞ്ഞി കുടിക്കല്ലേ. പല്ല് കഴിക്കണം, ചായ കുടിക്കണം. ഇപ്പൊ എത്ര മണിയായി? എത്ര മണിയായി ഇപ്പം? മണി 7 ഇന്നലെ പിന്നെ നമ്മളൊരു 10 മണിയായപ്പം വണ്ടി ഒതുക്കിയിട്ട് പിന്നെ ഉറക്കം ആരംഭിച്ചു. ചെന്നാലും ഒരു ഉച്ച കഴിഞ്ഞല്ലേ ഇറക്കും. ഇനി വേറെ വണ്ടി ഇത് കിടക്കുകയല്ലേ. പിന്നെ എന്തായാലും ഉച്ചയാവും. ഇനിയിപ്പോ അടുത്ത ഓട്ടം ഇതായ ബുക്കിംഗ് ആയോ? അടുത്ത ഓട്ടം ആയില്ല. ഇത് ഇറക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോ അവർക്ക് എന്നെ കാണും, ചിലപ്പോ നമ്മൾ തിരിച്ചു പോകും. നമ്മള് ഇനിയിപ്പോ ഇനി സൈറ്റിൽ ചെന്നിട്ട് അടുത്ത അവിടെ അറിയാൻ പറ്റുള്ളൂ. ചാൻസ് കുറവായി, മഴയാവുന്നുണ്ട്. ചാൻസ് കുറവായിരുന്നു.